ശബരിമല ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ സംരക്ഷിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വീഴ്ച വന്നതായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു. അഴിമതികൾ നടക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് രാജിവെക്കണമെന്നും ഹിന്ദു ഐക്യവേദി പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉടൻ രാജിവെച്ചൊഴിയണമെന്ന് ആർ.വി. ബാബു ആവശ്യപ്പെട്ടു. സ്വർണ്ണപ്പാളി വിഷയമടക്കം അഴിമതിയിൽ ഒന്ന് മാത്രമാണ്. സ്വർണ്ണപ്പാളി കോടതി വിധി മറികടന്ന് നിയമവിരുദ്ധമായിട്ടാണ് ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത്. ബോർഡിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട സ്വർണ്ണപീഠങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ വർഷങ്ങളോളം ഇരുന്നത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കാൻ ബോർഡിന് സാധിച്ചിട്ടില്ല. 999 വിജയമല്ലയ്യ പൂശിയ സ്വർണം അത് നിറം മങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് 2019 അത് കൊണ്ടുപോകുന്നു. 2019 കൊണ്ടുപോയ ആ സാധനം 4.5 കിലോ കുറച്ച് കൊണ്ടുവരുന്നു. ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നത് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ കൃത്യമായിട്ട് അറിയാം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, ദേവസ്വം ബോർഡ് മെമ്പർമാർക്കറിയാം. പക്ഷേ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇതിന്റെ കാരണം എന്താണെന്ന് ഭക്തജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് അഴിമതി നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പമ്പയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ തീരുമാനിച്ചതിലും അഴിമതിയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അത് ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയും ദേവസ്വം ബോർഡിന്റെ കഴിവുകേടും അഴിമതിയും കൊണ്ട് മാത്രമാണ്. അയ്യപ്പന്മാർക്ക് നൽകി വരുന്ന അന്നദാനത്തിൽ പോലും അഴിമതിയാണ് നടക്കുന്നത്. വഴിപാട് നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ശമ്പളത്തിനും പെൻഷനും പണം കണ്ടെത്താൻ. ഹിന്ദു ഐക്യവേദി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണെന്നും നവംബറിൽ ശബരിമല സംരക്ഷണ ജാഗരണ പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, തിരുവനന്തപുരം.